ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ബിരിയാണി മസാല പൊടിയാണ്. ഞാൻ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി മസാല റെസിപ്പി ഒന്നിടുമെന്ന്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. തയ്യാറാക്കിയാലോ? ഇതേ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 5 വലിയ പട്ട പീസ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കോലം എടുത്തിട്ടുണ്ട്. 3 എണ്ണം വലുതും 2 ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറയാമ്പും എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ജാതിപത്രിയാണ്, അതൊരു ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 എണ്ണത്തിന് മേലെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സാജീരകമാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കസ്തൂരി മീന്തിയുമാണ്, അതൊരു 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ചൂടാക്കി എടുക്കാം. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല പൗഡർ പോലെ മസാലപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ട് ഞാനിതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണേ. ഇപ്പം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി ഇതല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.